ജാമിദ ടീച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സദസ്സിൽ വെച്ച് ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തീരെ പരിശുദ്ധ ഖുർആനിക്ക് എതിരായ വാക്കുകളാണ്. അവൾക്കുള്ള മറുപടി പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞിരിക്കുന്നു. ആ മറുപടി നിങ്ങൾക്ക് വെക്കുന്നതിന് മുമ്പ് ഈ ജാമിദ ടീച്ചർ പറഞ്ഞ വാക്കുകൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരികയാണ്. ആദ്യം അതൊന്ന് കേട്ടു നോക്കൂ. ഇനിയും നമുക്കറിയാം, ഖുർആൻ എന്ന് പറഞ്ഞാൽ കൈയും കാലും കഴുകി ഒതു എടുത്ത് വാങ്ങേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് എന്നാണ് മുസ്ലിം ലോകം പറയുന്നത്. ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ളത്? കുറേയധികം കെട്ടുകഥകളും കുറെ വിഡ്ഢിക്കഥകളും അപരിഷ്കൃത ഗോത്ര സമൂഹത്തിന്റെ കുറച്ച് ആചാര സംഹിതകളും അല്ലാതെ ബാലരമയും ബാലമംഗളവും പോലും വെല്ലുന്ന നല്ല ചില കഥകൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അത് തന്നെ ആവർത്തനങ്ങളുടെ ഘോഷയാത്രയാണുള്ളത്. ആവർത്തനങ്ങളിൽ ചിലത് മാത്രം ഞാനൊന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. 55-ാം അധ്യായമുണ്ട് സൂറത്ത് റഹ്മാൻ. അതിൽ മൊത്തം 78 വാചകങ്ങളാണുള്ളത്. അതിൽ 48 വാചകങ്ങളെ കാണൂ ഒരാവർത്തനം ഒഴിവാക്കിയാൽ. ഒരേ വാചകം തന്നെ 30 തവണ അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. നീ ഏതൊന്നിനെയാണ് നിഷേധിക്കുന്നത്, ഏതൊന്നിനെയാണ് നീ കളവാക്കുന്നത് എന്ന് 30 തവണ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളോട് പോലും നമ്മൾ ഒരു കാര്യം ഒന്നിലേറെ തവണ പറഞ്ഞാൽ അവർ പിന്നീട് അത് മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെയുള്ള അള്ളാഹു ഒരു ചെറിയ അധ്യായത്തിൽ ഈ 30 വാചകങ്ങൾ ഒഴിവാക്കിയാൽ പിന്നീട് ഇതിലുള്ളത് 48 വാചകങ്ങൾ മാത്രം. ഈ ജാമിദ ടീച്ചർ പരിശുദ്ധ ഖുർആനിലെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞ വാക്കാണ് പരിശുദ്ധ ഖുർആനെ തൊടണമെങ്കിൽ കൈയും കാലുമൊക്കെ ശുദ്ധിയായി വേണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധ ഇസ്ലാം ധർമ്മം പഠിപ്പിക്കുന്നത്. അതിൻ്റെതായ മര്യാദകളുണ്ട്. അപ്പോൾ ആ മര്യാദയിൽ പെട്ടതാണ് പരിശുദ്ധ ഖുർആനെ തൊടണമെങ്കിൽ ശുദ്ധി വേണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു വചനം തന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ, ലാ യമസ്സു ഇല്ലൽ മുതഹ്ഹറുൻ എന്ന് പറയപ്പെടുന്ന ഒരു വചനം അത് നമ്മോട് കൽപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിനെ തൊടണമെങ്കിൽ ശുദ്ധിയോടെ കൂടെ തൊടണമെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയാണ് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കെട്ടുകഥകളാണ്, ചെമന്നുണ്ടാക്കിയ കഥകളാണ്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ വാദം വളരെ മോശമായ വാദം, തെറ്റായ വാദമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും കള്ളക്കഥകൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്ന ചരിത്രങ്ങളും ഓരോ വിഷയങ്ങളും സത്യമായ കഥകളാണ് എന്നാണ് ആലിംബ്രാൻ സൂറത്തും അതേപോലെ കഹ്ഫ് സൂറത്ത് നമ്മോട് അറിയിച്ചു തരുന്നത്. നമുക്ക് ഈ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കിസ്സകളും ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എന്താണ് ഉപകാരം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൗതുകത്തിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടിയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ തിരുവചനം ഞങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ തന്നെ പറയുന്നത് കാണാം. സൂറത്തുൽ ഹൂദിൽ ഒരു ആയത്ത് പറയുന്നത് കാണാം. ആ ആയത്തിൽ പറയുന്നത് ഖുർആനിൽ മുൻകഴിഞ്ഞു പോയ ഒരുപാട് അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ഹൃദയം ഒരു സ്ഥിരതയിലുണ്ടാകാൻ വേണ്ടിയാണ്, സ്ഥിരമാവാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആനിലെ ഹൂദ് സൂറത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയത് കാണാം. അതേപോലെ സൂറത്തുൽ യൂസുഫിൽ ഒരു വചനം കാണാൻ സാധിക്കും. അതിൽ പറയുന്നത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അതിലൊക്കെ ഒരു പാഠമുണ്ട് എന്നാണ്. ഇങ്ങനെ ആ പരിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് കിസ്സകളും ചരിത്രങ്ങളും പറഞ്ഞത് എന്നതിനുള്ള മറുപടി പോലും പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് പൊതു സദസ്സിൽ വെച്ച് ഇങ്ങനെ മോശമായ വാക്കുകൾ ആ ജാമിദ ടീച്ചർ പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാദം പോയത് സൂറത്തുർ റഹ്മാനിലേക്കാണ്. ഒരു ആയത്തിന് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബൻ എന്ന് പറയപ്പെടുന്ന ഒരു ആയത്തിനെ ഏകദേശം 31 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. അതെന്ത് ഉപകാരമാണുള്ളത്? അങ്ങനെ ആവർത്തിച്ച് പറയലോടുകൂടെ മനുഷ്യന്മാർക്കൊരു വെറുപ്പ് തോന്നുകയാണ്, മടി തോന്നുകയല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. സത്യത്തിൽ ഈ അർ-റഹ്മാൻ സൂറത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മഹാനായ ഖൈസ് ഇബ്നു ആസിം മുൻകരി റഹിമഹുല്ല, അദ്ദേഹം കാഫിറായിരുന്നു, അമുസ്ലിമായിരുന്നു. പ്രവാചകരുടെ ചാരത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഒരു ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ നിന്ന് ഒരു വചനം എനിക്ക് ഓതി കേൾപ്പിച്ചു തരണമെന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഓതി കൊടുത്ത ആയത്താണ് സൂറത്തുർ റഹ്മാൻ. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, നബിയെ, ഇനൊരു പ്രാവശ്യം അതിന് മടക്കി ഓതുമോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ വീണ്ടും ഓതി. അങ്ങനെ 3 പ്രാവശ്യം ഓതുമ്പോഴാണ് ആ മുസ്ലിമായിരുന്ന ഖൈസ് ഇബ്നു ആസിമുൽ മുൻകരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, ഇതെന്തൊരു വാക്കാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമുസ്ലിമായിരുന്ന ഖൈസ് ഇബ്നു ആസിമുൽ മുൻകരി റഹിമഹുല്ല അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചെന്നാണ്. ഇതൊക്കെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പ്രവാചകർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കട്ട് കേൾക്കുമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഖുർആനിലെ റഹ്മാൻ സൂറത്തിൽ എന്തുകൊണ്ടാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബൻ എന്നതിനെ ആവർത്തിച്ച് പറഞ്ഞത്, അങ്ങനെ പറയുന്നതിൽ എന്താണ് ഹിക്മത്തുള്ളത് എന്നതിനെ കുറിച്ച് പേരോട് ഉസ്താദ്
അവരുടെ പ്രസംഗത്തിൽ പറയുന്നത് കാണാം. തഫ്സീറുർ റാസി അതിൽ നിന്നുള്ള ഇബാറത്തുമായിട്ടാണ് ആ ഉസ്താദ് പ്രസംഗം പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ തന്നെ 31 പ്രാവശ്യം ആവർത്തിച്ചതിന് ചില കാരണങ്ങൾ പറയുകയാണ്. അതിൽപ്പെട്ട ഒരു കാരണമാണ് സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൈഫക്കാന അദാബി വനുദുർ എന്നത് അതിന്റെ നേരെ മുമ്പത്തെ സൂറത്തിൽ 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് 3ഉം 1ഉമാണ്. 3ഉം 1ഉമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 ആദ്യം പറഞ്ഞതാണ്, 3 ആവർത്തിച്ചതാണ്. 1 ആദ്യം പറഞ്ഞതാണ്, സ്ഥിരപ്പെടുത്താൻ വിഷയം ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ 3 ആവർത്തിച്ചതാണ്. 3 എന്ന് പറയുന്ന എണ്ണം അത് പല പ്രത്യേകതകളുമുള്ള എണ്ണമാണ്. 3 എന്ന് പറയുന്ന എണ്ണം നമുക്കറിയാം. 3 പല സംഗതികളും 3 പ്രാവശ്യം ചെയ്യുക, 3 പ്രാവശ്യം ചെയ്യുക എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. അത് നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ പറയേണ്ടതില്ല. എത്രയോ കാര്യങ്ങൾ 3 ഖുൽ ഹുവല്ലാഹു അഹദിന് ഒരു ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും വുദുവിന്റെ അമലുകൾ 3 പ്രാവശ്യം ചെയ്യലാണ്. 4ാമത്തെ പ്രാവശ്യം ചെയ്താൽ അത് കറാഹത്താണ്. അതേസമയത്ത് വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യം കഴുകുന്നതെങ്കിൽ അത് ഹറാമാണ്. അതേ സമയത്ത് അല്ലാത്ത വെള്ളം കൊണ്ട്, കടലിലെ വെള്ളം കൊണ്ടാണെങ്കിൽ പോലും 3 ഒഴിച്ച് 4ാമത് കഴുകിയാൽ അത് കറാഹത്താണ്. കാരണം പരിശുദ്ധ ഇസ്ലാം അനാവശ്യം ചെലവഴിക്കുന്നതിനെ കഠിനമായി വിരോധിക്കുകയാണ്. അനാവശ്യം ചെലവഴിക്കുന്നവരെ ശൈത്താന്റെ കൂട്ടാളികളെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അനാവശ്യം ചെലവഴിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. അപ്പൊ സഹോദരന്മാരെ, ചില കല്യാണങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ദൂർത്തടിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് ഒരു പവൻ ചോദിച്ചാൽ അവന്റെ ഞെരിക്കം എത്രയാണ്, അതേസമയത്ത് അവൻ ദൂർത്തടിക്കുന്നത് എത്രയാണ്. അങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല അംഗീകാരം തന്നിട്ടില്ല. ഇതുപോലെ നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഉഖലാൽ 3 മലക്കുകളും മനുഷ്യരും ജിന്നുകളുമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, 3ന്റെ മേലറിയപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ എണ്ണിയാൽ 1000 പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ 3 എന്ന് പറയുന്ന ഒരു പ്രത്യേക എണ്ണമാണ്. ആ എണ്ണം ആവർത്തിച്ചിരിക്കുകയാണ് ആ സൂറത്തിൽ കൈഫക്കാന അദാബി വനുദുർ എന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, അതിനേക്കാൾ മേലെയുള്ള ഒരു പരിപൂർണമായ എണ്ണമാണ് 7. 7ന് വലിയ പ്രത്യേകതയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്. സ്വർഗം 7 എണ്ണമാണ്. അതുപോലെ തന്നെ കടല്, ഭൂമി, ആകാശം, അങ്ങനെ തുടങ്ങിയിട്ട് ഖിറാഅത്ത്, അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ. അപ്പൊ 7 എന്നതൊരു പരിപൂർണമായ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ പല സംഗതികളും 7 പ്രാവശ്യം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ പറഞ്ഞതുണ്ട്. 7 പ്രാവശ്യം ഓതി മന്ത്രിക്കാൻ പറഞ്ഞ ചില സംഗതികളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളും. 7 കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7ന് വലിയ പ്രത്യേകതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബിനെ കുറിച്ച് പറയുന്ന സൂറത്തിൽ, അദാബിനെ സംബന്ധിച്ച് പറഞ്ഞ സൂറത്തിൽ അല്ലാഹു തആല 1 പ്രാവശ്യം അദാബിനെ കുറിച്ച് കൈഫക്കാന അദാബി വനുദുർ എന്ന് ചോദിച്ചു. അത് 3 പ്രാവശ്യം കൊണ്ട് അതിനെ ആവർത്തിച്ചു. അങ്ങനെ 4 പ്രാവശ്യമാണത് ആ സൂറത്തിലുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് 1 പ്രാവശ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ശേഷം 30 പ്രാവശ്യം അത് ആവർത്തിച്ചു. അങ്ങനെ 30 പ്രാവശ്യം ആവർത്തിക്കാൻ കാരണം അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻജാ അബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. അതാ നന്മ ചെയ്താൽ 1ന് 10. അതേ സമയത്ത് തിന്മ ചെയ്താൽ അതിന് അത്ര തന്നെ മാത്രമേ ശിക്ഷയുള്ളൂ. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ നന്മക്കൊക്കെ 10 പ്രതിഫലമാണ്, തിന്മക്ക് 1 ഒറ്റ ശിക്ഷയാണ്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ അദാബിനെ പറയുന്ന സ്ഥലത്ത് 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അതിന്റെ 10 ഇരട്ടി കൊണ്ട് അതാ എടുത്തു പറയുകയാണ്. 3ന്റെ 10 ഇരട്ടിയല്ലേ 30, 30 കൊണ്ട് ആവർത്തിക്കുകയാണ്.
അപ്പൊ ഒന്ന് ആദ്യം പറഞ്ഞത് അത് ചോദ്യത്തിന്റെ ശൈലിയിൽ ചോദിച്ചതാണ്. പിന്നീടുള്ള 30 പ്രാവശ്യമുള്ള ആവർത്തനം അത് നന്മയിലേക്കും കാരുണ്യത്തിലേക്കും സൂചന നൽകിക്കൊണ്ട് 30 പ്രാവശ്യം ആവർത്തിച്ചതാണ്. മറ്റൊന്ന് പണ്ഡിതന്മാര് പറഞ്ഞു, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് 8 വാതിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്, നരകത്തിന് 7 വാതിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 8ഉം 7ഉം കൂടിയാൽ 15ആണ്. ഇവിടെ 2 വർഗമാണുള്ളത്, ഒന്ന് മനുഷ്യനാണ്, ഒന്ന് ജിന്നാണ്. അങ്ങനെ 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ അതേ 30ആണ്. അതുകൊണ്ട് 30 പ്രാവശ്യം ആവർത്തിച്ചതാണ്. വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അതേ ഈ പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുർ റഹ്മാനിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽക്ക് നമുക്ക് പറയാനുണ്ട്, സനഫറു ലക്കും അയ്യുഹസ്സഖലാൻ എന്ന് തുടങ്ങിയിട്ട് പടച്ച റബ്ബ് അവന്റെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ 7 ആയത്തുകളാണുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതാ നിഅമത്തുകൾ എണ്ണിയപ്പോൾ 8 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിന് 8 വാതിലാണ്. അതേ ആ സ്വർഗത്തിന്റെ 8 വാതിലുകൾ അതിനെ ഗുണിച്ചാൽ 2 എണ്ണം 16ആണ്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഇവിടെ ഭയപ്പെടുത്തി അറിയിക്കുന്ന 7 ആയത്ത് സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു തആല വലിമൻ ഖാഫ മഖാമിഹി വഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ജനങ്ങൾക്ക് 2 സ്വർഗമുണ്ടെന്ന്. ആ 2 സ്വർഗത്തിനും 8 വീതം വാതിലുണ്ട്. അങ്ങനെ 16 വാതിൽ അതിനുണ്ട്. അതേ സമയത്ത് തഖ്വീഫിന്റെ ആയത്ത് അതേ അതിനെയും ആവർത്തിച്ചു. 7 ആയത്ത് നേരത്തെ പറഞ്ഞതുണ്ട്, അതിൻ്റേത് 14 ഇരട്ടിയാക്കുമ്പോഴുള്ളത്. ഇങ്ങനെ 16ഉം 14ഉം കൂട്ടി 30 എണ്ണമാണ്. ഇങ്ങനെയൊക്കെ പല തഫ്സീറുകളും പല പണ്ഡിതന്മാരും 30ന്റെ എണ്ണം ഒന്ന് ആദ്യം ചോദിച്ചതും പിന്നെ 30 കൊണ്ട് ആവർത്തിച്ചതും അതിന്റെ ന്യായീകരണമായി പണ്ഡിതന്മാർ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്.